ളിൽ നിന്ന് അതിജീവനത്തിൻ്റെ വിഭവങ്ങൾ ശേഖരിക്കുന്ന കുഞ്ഞുമക്കളുടെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കുന്ന ഖുർആൻ വചനങ്ങൾ സംസാരിക്കുന്നത് ലോക മുസ്ലിങ്ങളോടാണ്. പൊന്നുമക്കളെ കഫൻ പുടവകളിൽ കിടത്തി ഇൻഷാ അല്ലാഹ് നാളെ അനശ്വരമായ സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറയുന്ന മാതാവിൻ്റെ ധൈര്യം സംവദിക്കുന്നത് നമ്മുടെ ഈമാനിനോടാണ്. അനുഗ്രഹങ്ങളുടെ പർദീസയിൽ നാം കഴിയുമ്പോൾ ഷെല്ലുമഴയിൽ രക്തം പുതച്ച മണ്ണിൽ ഗസയിലെ പൈതങ്ങൾ ഉറങ്ങുന്നു. പ്രാർത്ഥനയിൽ മറക്കാതിരിക്കാം നമുക്ക്. പ്രിയ ഖുദ്സ്, ഒലീവിനിയും തളിർക്കും. ഈ മേഘക്കീറുകൾക്കപ്പുറമൊരു വെളിച്ചമുണ്ട്. ഫലസ്തീൻ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല. നീതി പുലരും തീർച്ച. ഗസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. ഗസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന് തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ? ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല. അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. ഗസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. ഖുദ്സിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നു. വിരിയും മുന്നേ വിട ചൊല്ലിയതും കണ്ടില്ലേ? ശൂന്യമായി ഗാസ ഇന്ന്. ഗസാതെരുവും ചിരി തൂകുന്നുണ്ട്. പറുദിസ കണ്ട മതിപ്പിന്നുണ്ട്. പിഞ്ചോമന മക്കളെ വരവേൽക്കാനായി ജന്നത്തിൻ പൂന്തോട്ടമൊരുങ്ങിയിട്ടുണ്ട്. ഗസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം.